നമുക്കെല്ലാവർക്കും കഥകൾ ഇഷ്ടമാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെന്നാലി രാമൻ കഥകളിലെ പരാജിതനായ പണ്ഡിതൻ എന്ന കഥ പറഞ്ഞുതരാം. ഒരിക്കൽ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെത്തി. 4 വേദങ്ങളും വായിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. മഹാജ്ഞാനിയായിരുന്ന അദ്ദേഹത്തെ പല രാജാക്കന്മാരും ആദരിച്ചിരുന്നു. മഹാനായ ആ പണ്ഡിതൻ തൻ്റെ രാജസദസ്സ് സന്ദർശിച്ചതിൽ കൃഷ്ണദേവരായർക്ക് അഭിമാനം തോന്നി. കൃഷ്ണദേവരായർ മറ്റ് അനേകം പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി. അവരോട് പണ്ഡിതനെ വാഗ്വാദത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ തൻ്റെ രാജസദസ്സിലെ ഏതെങ്കിലും പണ്ഡിതന് അയാളെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായർ വാഗ്വാദം നടത്തുന്നതിന് ഒരു തീയതി നിശ്ചയിച്ചു. എന്നാൽ ആ പണ്ഡിതനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതിന് രാജസദസ്സിലെ പണ്ഡിതന്മാർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം രാജസദസ്സിൽ വെച്ച് പണ്ഡിതനോട് പരാജയപ്പെടുന്നത് ലജ്ജാവഹമാണെന്ന് അവർക്ക് തോന്നി. തങ്ങളുടെ അഭിമാനത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണതെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിനാൽ പരിഭ്രാന്തരായ രാജസദസ്സിലെ പണ്ഡിതന്മാർ എല്ലാവരും കൂടി രാമകൃഷ്ണൻ്റെ വീട്ടിൽ എത്തി തങ്ങളെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. രാമകൃഷ്ണൻ പറഞ്ഞു, പണ്ഡിതനെ ഞാൻ പരാജയപ്പെടുത്തും. നിങ്ങളാരും അതോർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വാഗ്വാദം നടത്തുന്നതിന് തീരുമാനിച്ച ദിവസം രാജസദസ്സിൽ എല്ലാവരും എത്തി. രാമകൃഷ്ണൻ്റെ കയ്യിൽ ഒരു വലിയ ഗ്രന്ഥം എന്ന് തോന്നത്തക്ക വിധത്തിൽ പട്ടുതുണിയിൽ പൊതിഞ്ഞ ഒരു പൊതി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പൊതി തൻ്റെയും പണ്ഡിതൻ്റെയും ഇടയിൽ വെച്ച ശേഷം വാഗ്വാദത്തിന് തയ്യാറായി. രാമകൃഷ്ണൻ പറഞ്ഞു, ഞാൻ അങ്ങയെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരിൽ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥത്തെപ്പറ്റി വാഗ്വാദം ആരംഭിക്കാം. പണ്ഡിതൻ ചോദിച്ചു, ഈ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? രാമകൃഷ്ണൻ പറഞ്ഞു, തിലകാസ്ത മഹിഷാബന്ധന. അങ്ങനെയൊരു ഗ്രന്ഥത്തെപ്പറ്റി പണ്ഡിതൻ കേട്ടിട്ടില്ലായിരുന്നു. എന്നാൽ അത് പ്രകടിപ്പിക്കാതെ പണ്ഡിതൻ പറഞ്ഞു, ആ ഗ്രന്ഥം എൻ്റെ ബാല്യകാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളതായി ഓർക്കുന്നുണ്ട്. പക്ഷേ അതിലെ പല അധ്യായങ്ങളും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ ഗ്രന്ഥം ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി വായിച്ച ശേഷം നാളെ നമുക്ക് വാഗ്വാദം നടത്താം. രാമകൃഷ്ണൻ അത് സമ്മതിച്ചു. പേര് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു ഗ്രന്ഥത്തെപ്പറ്റി വാഗ്വാദം നടത്തിയാൽ താൻ പരാജയപ്പെടും എന്ന് തോന്നിയതിനാൽ അന്ന് രാത്രിയിൽ പണ്ഡിതൻ ശിഷ്യന്മാരെയും കൂട്ടി അവിടെ നിന്നും പോയി. പണ്ഡിതൻ പോയ വിവരമറിഞ്ഞ് രാമകൃഷ്ണനോട് ചോദിച്ചു രാജാവ്, പണ്ഡിതനെ ഇവിടെ നിന്ന് ഓടിക്കാൻ രാമകൃഷ്ണൻ പ്രയോഗിച്ച തന്ത്രം എന്താണ്? രാമകൃഷ്ണൻ പറഞ്ഞു, പ്രഭു, തിലകാസ്ത മഹിഷാബന്ധന എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഇല്ല. സംസ്കൃതത്തിലെ ഏതാനും പദങ്ങൾ ആണ് ഇവ. ഇതിൽ തിലകാസ്ത എന്നാൽ എള്ളിൻ കമ്പുകൾ എന്നും മഹിഷാബന്ധന എന്നാൽ എരുമകളെ കെട്ടാൻ കയർ ഉപയോഗിച്ചു എന്നുമാണ് അർത്ഥം. കറുത്ത നിറത്തിലുള്ള ഏതാനും ചെറിയ വടികൾ കൂട്ടിക്കെട്ടി അത് പട്ടുതുണിയിൽ പൊതിഞ്ഞാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. രാമകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട രാജാവും രാജസദസ്സിലെ അംഗങ്ങളും പൊട്ടിച്ചിരിച്ചു. കൃഷ്ണദേവരായർ രാമകൃഷ്ണന് പാരിതോഷികങ്ങൾ നൽകി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി നാളെ മറ്റൊരു കഥയുമായി ഞാൻ വരാം.